പ്രിയ മിത്രങ്ങളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. എന്റെ പേര് നബീസ. ഒരു മോളും കെട്ടിയവനും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എനിക്ക് 32 വയസ്സ് കഴിഞ്ഞു. കല്യാണ സമയത്തൊക്കെ ഞാൻ വളരെ മെലിഞ്ഞിട്ടായിരുന്നു. മോളുണ്ടായതിനു ശേഷം ഞാൻ വളരെ പെട്ടെന്ന് കയറി അങ്ങ് തടിച്ചു. എന്നാലും നല്ല ഷെയ്പ്പുള്ള തടിയാണ് കേട്ടോ. 75 കിലോ ഉണ്ട് എനിക്കിപ്പോൾ. ലത്തീഫ് എന്നാണ് ഇക്കായുടെ പേര്. ടൗണിൽ ഒരു പലചരക്ക് കട നടത്തുന്നു. അതിനാൽ തന്നെ ഏറെ വൈകിയാണ് എന്നും വീട്ടിലേക്ക് വരുന്നത്. കടയടച്ച് വീട്ടിലെത്തുമ്പോൾ തന്നെ 12 മണിയാകും. ഞാനും മോളും അപ്പോഴേക്കും ഒരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. അസമയത്ത് വരുന്നത് കൊണ്ട് തന്നെ ഇക്കായെ ഒന്നിനും കിട്ടില്ല. അങ്ങേര് വന്ന് ചോറ് കഴിച്ചൊറ്റ കിടപ്പാണ്. പിന്നെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് ചായയും കുടിച്ച് നേരെ കടയിലേക്ക് പോകും. ഞായറാഴ്ച എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അന്നും ഓരോ പരിപാടികളായിരിക്കും. കല്യാണം, വീട്ടുകൂടൽ, ബർത്ത്ഡേ എന്നിങ്ങനെ. മാസത്തിൽ 1-2 വട്ടം ചെയ്യാൻ കിട്ടിയാൽ അത് ഭാഗ്യമെന്ന് പറയാം. 2-3 ദിവസം കൂടുമ്പോൾ ഞാൻ കൈവിരൽ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോ ചെറിയ സമാധാനം കിട്ടും. മുൻവശമൊക്കെ പിടിക്കാഞ്ഞിട്ട് നല്ല ഹാർഡായിട്ടുണ്ട്. ചുരിദാർ ഇട്ടാൽ വല്ലാതെ ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ പർദ്ദ മാത്രമാണ് ഇടുന്നത്. വീട്ടിലാണെങ്കിൽ മാക്സി. ഒരു ദിവസം ഇക്ക ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടി നിസാറും കുടുംബവും വിരുന്ന് വരുന്നുണ്ട്, നീ ഫുഡ് റെഡിയാക്കി വെക്ക്. ഞാൻ മനോജിന്റെ കയ്യിൽ കോഴിയും ബീഫും കൊടുത്തു വെച്ച് വിട്ടിട്ടുണ്ട്. കോഴിക്കറിയും പത്തിരിയും ബീഫും വരട്ടി വെച്ചോ. ശരി ഇക്ക. നിസാർ ഇക്കാന്റെ ഏട്ടനാണ്. അദ്ദേഹവും ഭാര്യയും മകനും വരുന്നുണ്ട് പോലും. ഇക്കാന്റെ അനിയൻ ആള് ചുള്ളനാണ്. പുള്ളി കുവൈറ്റിൽ എവിടെയോ ആണ് ജോലി. ഇത്താത്തയ്ക്കും എൻ്റെ അതേ അനുഭവമാണ്. പിന്നെ കുവൈറ്റിൽ നിന്ന് വന്നാൽ ആൾ ഉഷാറാണ്. നമുക്ക് അതുമില്ല. വൈകുന്നേരത്തോടെ ഒരു കാർ വന്നു നിന്നു. 2 ആളും മുന്നിൽ നിന്ന് ഇറങ്ങി വന്നു. ചെക്കനെ കാണാത്തോണ്ട് ഞാൻ അവരോട് ചോദിച്ചു, അനീസ് എവിടെ? അവൻ വന്നില്ലേ? അവൻ ഭയങ്കര ബിസി അല്ലേ? അതുകൊണ്ട് ബാക്കിലിരുന്ന് മൊബൈൽ കാണുന്നു. പറഞ്ഞ നേരം അവൻ പിൻഡോറും തുറന്നിറങ്ങി വന്നു. ആ കൊച്ചുമ്മ. അവൻ എന്നെ കൊച്ചുമ്മ എന്നാണ് വിളിക്കുന്നത്. അനീസ് +1 പഠിക്കുന്നു. ഒരു അനിയനുമുണ്ട്. 3-ാം ക്ലാസ്സിലാണ് അദ്ദേഹം. അനീസ് ആള് സൂപ്പറാണ് കേട്ടോ. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാ. നന്നായി കോമഡി പറയും. എന്തു പറഞ്ഞാലും കേൾക്കും. അവൻ വന്നാൽ എനിക്ക് നല്ല ഒരു സഹായിയും കൂടെയാണ്. ലത്തീഫ് വന്നില്ലേ നബീസ? നിസാർക്ക ചോദിച്ചു. ഇല്ലിക്ക, വരാൻ വൈകും. ഇന്നലെയൊക്കെ 11:30-ക്കാണ് വന്നത്. ഇവനിത് ആർക്കു വേണ്ടിയാ ഇങ്ങനെ സമ്പാദിക്കുന്നത്? ഞാനും ഇത്താത്തയും അടുക്കളയിൽ പോയി രാത്രിയിലത്തേക്കുള്ള ഭക്ഷണത്തിന്റെ തയ്യാറെടുപ്പ് തുടങ്ങി. അനീസും ഉപ്പയും ഹാളിൽ TV കണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് ചെക്കൻ അടുക്കളയിലേക്ക് വന്നു. അനീസെ, ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? പഠിക്കുന്നുണ്ടോടാ നീ? ഞാൻ ചോദിച്ചു. ഓ, ഏറെക്കുറെ ക്ലാസ്സൊക്കെ പഠിക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ല, അവൻ പറഞ്ഞു. ഏറെ വൈകിയപ്പോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കിടന്നു. ഇക്ക വന്നു. ഞാൻ ഭക്ഷണം കൊടുത്തു. വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴെങ്കിലും നിങ്ങൾക്കൊന്ന് നേരത്തെ വന്നൂടെ മനുഷ്യ? കടയിൽ തിരക്കായിരുന്നടി, ഇറങ്ങാൻ പറ്റിയില്ല. കടയും കെട്ടിപ്പിടിച്ചിരുന്നു. എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ പോയി കിടന്നു. മനസ്സിൽ വല്ലാത്ത സങ്കടം വന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം? മടുത്തു. എന്റെ കണ്ണുനീർത്തുള്ളികൾ തലയിണയെ നനച്ചു. അനീസ് വന്ന് കുലുക്കി വിളിച്ചപ്പോഴാണ് ഉണർന്നത്. ഇന്നലെ നന്നായി ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചു. എല്ലാവർക്കും ചായ കൊടുത്തിട്ട് ഞാൻ ബാത്റൂമിലേക്ക് മൂത്രമൊഴിക്കാനായി പോയി. ക്ലോസറ്റിലിരുന്ന് മൂത്രമൊഴിച്ച് കഴുകാൻ വെള്ളമെടുത്തൊഴിച്ചപ്പോ വല്ലാത്തൊരു കുളിര്, വല്ലാത്തൊരു സുഖം. പെട്ടെന്ന് എനിക്ക് അനീസിന്റെ മുഖം ഓർമ്മയിൽ വന്നു. അവൻ എനിക്കൊന്ന് ചെയ്തു തന്നെങ്കിൽ. ഓർത്തപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത ഒരു അനുഭൂതി. ഞാൻ പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ നിന്നിറങ്ങി. അടുക്കളയിൽ ഇത്താത്ത കാപ്പി ഉണ്ടാക്കാൻ നോക്കി നിൽക്കുകയാണ്. എന്തേ ഇത്താത്ത? കാപ്പി എന്താ ഉണ്ടാക്കണ്ട നബീസ? പൂരിയും ബജ്ജിയും ഉണ്ടാക്കുത്ത. അനീസ് ചായ ഗ്ലാസ് വെക്കാൻ അടുക്കളയിൽ വന്നപ്പോൾ ഞാൻ അവനെ മുഴുവനായിട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി. ചെക്കൻ ഒന്നുകൂടി വെളുത്തിട്ടുണ്ട്. കൈയില്ലാത്ത ബനിയനും നിക്കറുമാണ് വേഷം. നീ നേരത്തെ എഴുന്നേറ്റോടാ? ഞാൻ ചോദിച്ചു. ആ കൊച്ചുമ്മ, ഇന്നലെ നേരത്തെ കിടന്നുറങ്ങി. നീ ജിമ്മിൽ പോകുന്നുണ്ടോ ഇപ്പോ? ബോഡിയൊക്കെ നല്ല ഫിറ്റാണല്ലോ. അവൻ സ്കൂളിൽ പോകുന്നില്ല, പിന്നെ ജിമ്മിൽ, ഇത്താത്ത കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. കൊച്ചുമ്മ, സ്കൂളിൽ ഗേൾസിനൊക്കെ എന്നെ ഒരു നോട്ടമുണ്ട് കേട്ടോ. സുന്ദരന്മാരെ നോക്കാൻ പല പെണ്ണുങ്ങളും കാണും. നീ അതിലൊന്നും വീഴരുത് കേട്ടോടാ മോനെ, ഞാൻ പറഞ്ഞു. എന്നാൽ അവന്റെ മുട്ടുകൾ ഞാൻ തല്ലി ഒടിക്കും, താത്ത പറഞ്ഞു.
ചെക്കന്റെ നിക്കറിന്റെ മുൻഭാഗം ചെറുതായിട്ട് പൊന്തിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു തരിപ്പ് തുടങ്ങി. താത്ത എന്തൊക്കെയോ സംസാരിച്ചു. എന്റെ മനസ്സിൽ പല ചിന്തകൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. അനീസിന്റെ ആ പൊങ്ങി നിൽക്കുന്നത് എങ്ങനുണ്ടാകും? ആ സുഖം എത്രത്തോളം ഉണ്ടാകും? പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാവും. ചായയും കടിയും ഒക്കെ കഴിച്ച് ഞാൻ ഉച്ചയോടെ ബാക്കിയുള്ള പണിയൊക്കെ വേഗത്തിൽ തീർത്തു. താത്ത ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി. നിസാർക്ക ടൗണിലേക്കും പോയി. മോള് ട്യൂഷനും പോയി. ഇപ്പോ നല്ല സമയമാണ്. ചെക്കനെ ഒന്ന് വളച്ചാലോ? ഞാൻ ചിന്തിച്ചു. എന്തായാലും വേണ്ടിയില്ല, ഒന്ന് ശ്രമിച്ചു നോക്കാം. അവൻ വീണാൽ നല്ലൊരു പരിപാടി നടക്കും. ഞാൻ അവനെ നോക്കി നടന്നു. അവൻ ഹാളിലെ സോഫയിലിരുന്ന് ഗെയിം കളിക്കുകയാണ്. ഞാൻ അവന്റെ അടുത്ത് പോയിരുന്നു. മോനെ, നീ ഗെയിം കളിക്കുകയാണോടാ? ഓ, വെറുതെ ഇരിക്കുമ്പോൾ കളിക്കുന്നതാ കൊച്ചുമ്മ, എപ്പോഴും ഒന്നുമില്ല. ഞാൻ രാവിലെ ചോദിക്കണമെന്ന് വെച്ചതാ. കൊച്ചുമ്മാന്റെ മുഖം എന്താ വിഷമിച്ച് നിൽക്കുന്നത്? എന്തേലും പ്രശ്നമുണ്ടോ? നീയെങ്കിലും എന്നോടത് ചോദിച്ചല്ലോ, എനിക്കത് മതി. കൊച്ചുമ്മ പറ, എന്താ പ്രശ്നം? ഒന്നുമില്ലടാ, ഞാനിപ്പോ പറഞ്ഞാൽ നിനക്കത് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാകും. പിന്നെ കൊച്ചുമ്മയ്ക്ക് എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ അത് മറ്റാരോടെങ്കിലും പറയുവോ? കൊച്ചുമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? കൊച്ചുമ്മാന്റെ രഹസ്യം എന്റെയും രഹസ്യമാണ്. തല പോയാലും മറ്റൊരാളും അറിയില്ല, സത്യം. വിശ്വാസമില്ലാഞ്ഞിട്ടല്ലടാ, ഞാനിതൊക്കെ നിന്നോട് പറഞ്ഞെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ നമുക്ക് രണ്ടാൾക്കുമാണ് ബാധിക്കുക. അതുകൊണ്ട് പറഞ്ഞതാ. ഡാ, എനിക്ക് പറ്റുന്നില്ലടാ, മടുത്തു ഈ ജീവിതം. ഒരു കെട്ടിയവനുള്ളത് അങ്ങേർക്ക് തോന്നുമ്പോൾ വരും പോകും. ഞാനൊരു മനുഷ്യജന്മം ഈ വീട്ടിലുള്ളത് ആർക്കും അറിയണ്ട. എത്ര നാളായെന്നോ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട്? വയ്യടാ, മടുത്തു. ചില നേരത്ത് തോന്നും ഇറങ്ങിപ്പോയാലോ എങ്ങോട്ടെങ്കിലും എന്ന്. മോളെ ഓർക്കുമ്പോൾ വേണ്ടാന്ന് വെക്കുന്നതാ. കൊച്ചുമ്മ കരയല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്ത് ചെയ്യാനാടാ ഞാൻ? എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. അനീസ് എല്ലാം കേട്ടിരുന്നു. അവനാകെ ഒരു കൺഫ്യൂഷൻ പോലെ എനിക്ക് തോന്നി. എന്നാലും ഒരാളോടെങ്കിലും എന്റെ വിഷമം തുറന്നു പറഞ്ഞതിൽ ഞാൻ സന്തോഷിച്ചു. മനസ്സിലെ ഭാരം കുറഞ്ഞതുപോലെ തോന്നി. ഞാൻ അടുക്കളയിൽ പാത്രം കഴുകാൻ പോയി. കുറച്ചു കഴിഞ്ഞവൻ എൻ്റെ അടുത്ത് വന്നു. കൊച്ചുമ്മ പറഞ്ഞ പ്രശ്നത്തിന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ എന്ത് ചെയ്യാനാ? എല്ലാം നിന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ആശ്വാസം തോന്നി. ഇളയപ്പ ഇല്ലാത്തപ്പോൾ കൊച്ചുമ്മ എന്ത് ചെയ്യാനാടാ? എല്ലാം സ്വയം ചെയ്യും. എന്നെ കൊണ്ട് കഴിയും പോലെ ഞാൻ കൊച്ചുമ്മയെ സഹായിക്കാം. ഞാൻ ചെക്കന്റെ നിക്കറിൽ നോക്കി. അവന്റെ ഫ്രണ്ട് വശം പൊങ്ങി നിൽക്കുകയാണ്. എന്നെ സഹായിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോടാ? അവൻ നാണിച്ചെന്നെ നോക്കി. കൊച്ചുമ്മ നോക്കിയിട്ട് പറ, പറ്റുമോ ഇല്ലയോ എന്ന്. എന്നാ നീ കാണിക്കേ, ഞാനൊന്ന് നോക്കട്ടെ പറ്റുമോന്ന്. അവൻ മടിച്ചു എന്നെ കാണിച്ചു തന്നു. ഓ എന്റെ പൊന്നോ, അത് ഞാൻ കണ്ടതും എന്റെ മേലാകെ ചൂടായി. പിന്നെ ഒന്നും നോക്കിയില്ല. അടുക്കളയിൽ വെച്ച് തന്നെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അങ്ങ് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ ഇത്താത്തയുടെ ശബ്ദം കേട്ടു. അവൻ എഴുന്നേറ്റ് റൂമിലേക്ക് ഓടി. ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്കും പോയി. ബാത്റൂമിൽ നിന്ന് വന്നപ്പോൾ ഇത്താത്ത പറഞ്ഞു, നിസാർക്ക വരുന്നുണ്ട്, ഞങ്ങൾ വൈകുന്നേരം അങ്ങ് പോവും കേട്ടോ. അനീസ് പോവാന്ന് കേട്ടപ്പോൾ എനിക്ക് നല്ല സങ്കടം വന്നു. ഇത്താത്ത നാളെ പോയാൽ പോരെ? എനിക്ക് പ്രശ്നമില്ലടി, ഇക്കായ്ക്ക് എവിടെയൊക്കെ പോകാനുണ്ട് പോലും. നിങ്ങളുടെ ഇഷ്ടം. വൈകുന്നേരം നിസാർക്ക വന്നു. ഞാൻ എല്ലാവർക്കും ചായയും കടിയും കൊടുത്തു. എല്ലാവരും പോകാൻ തയ്യാറായി. അനീസ ഇനി എന്ന് കാണാനാ? ഞാൻ അവനോട് ചോദിച്ചു. ഇടയ്ക്ക് ഇതുപോലെ വരാൻ കൊച്ചുമ്മ. വലിയ സന്തോഷമില്ലാത്ത മുഖത്തോടെ അവൻ പറഞ്ഞു. എല്ലാവരും കാറിൽ കയറിയിരുന്നു. കാറ് മുന്നോട്ടെടുത്തു. അനീസ് എനിക്ക് കൈവീശി കാണിച്ചു. ഞാൻ അവനും. അവർ പോയതിൽ എനിക്ക് നല്ല സങ്കടമുണ്ടെങ്കിലും അവനെ ഒന്ന് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടായിരുന്നു. പാതിരാത്രി ആയപ്പോൾ ഇക്ക വന്നു. അവരൊക്കെ പോയോടി? ആ പോയി. ഞാനിന്ന് നേരത്തെ ഇറങ്ങിയതായിരുന്നു. 11 മണിയായി. അതാണോ നിങ്ങളുടെ നേരത്തെ? എന്തേലും ചെയ്യ്. ഞാൻ ചോറ് വിളമ്പി കൊടുത്തിട്ട് അടുക്കളയിൽ പോയി നിന്നു. എല്ലാം പഴയ പടിയായി. ഇടയ്ക്ക് അനീസ് വരും. അവസരം കിട്ടിയാൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും.